ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ മഞ്ജുത്തീസ് ഗാലറി. അപ്പോൾ ഞാനിന്ന് വന്നിരുന്നത് ഒരു അടിപൊളി സ്നാക്സ് ആയിട്ടാണ്. നല്ല സ്വീറ്റ് ആയിട്ടുള്ള സ്നാക്സാണ്. അപ്പം ഈവനിങ് സ്പെഷ്യലൊക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഈ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ എടുത്തത് ഈന്തപ്പഴമാണ്. ഞാനിവിടെ ഒരു 250 ഗ്രാം ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. ഈ ഈന്തപ്പഴം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റായിട്ട് കിട്ടും. കടയിൽ നിന്ന് വാങ്ങുന്ന കുറച്ച് ഹാർഡായ ഈന്തപ്പഴം ഉണ്ട്, അതിനെക്കാട്ടിലും ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം വെച്ച് ചെയ്യുന്നേരം നമ്മുടെ ഈ സ്വീറ്റും നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പം പിന്നെ ഈന്തപ്പഴം നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഞാനിതാ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്തത്. ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും നന്നായി ഒന്ന് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുത്തതാണ്. പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു പിഞ്ച് ഉപ്പ്. മധുരത്തിൻ്റെ എല്ലാ റെസിപ്പി ഉണ്ടാക്കുന്നതിട്ട് ഒരു പിഞ്ച് ഉപ്പ് ഇടാറില്ലേ, അതേപോലെ ഒരു പിഞ്ച് ഉപ്പ് ഇട്ടേക്കുന്നത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ തേങ്ങയൊക്കെ നമ്മുടെ ഈ ഈന്തപ്പഴത്തെ നന്നായി ഒന്ന് മിക്സായി വരണം. അതുപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ ചെറിയ റോൾസ് ആക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഇതേപോലെ ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാം നമുക്കതുപോലെ ഒന്ന് റോൾസ് ആക്കി ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ എല്ലാം ഒന്ന് കുഞ്ഞു ബോൾ പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇനി നമുക്കിത് ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്യണം. അതിനുള്ള ബാറ്റർ തയ്യാറാക്കാം. അപ്പം ഞാനിവിടെ ഒരു ബൗളിൻ്റെ അകത്തേക്ക് ഒരു 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലൊരു ബാറ്റർ ആക്കി എടുക്കണം. അപ്പോൾ വെള്ളമൊക്കെ നമ്മുടെ ഒരു ബാറ്ററിനനുസരിച്ച് ഒന്ന് ഒഴിച്ചിട്ട് നല്ലൊരു നല്ലൊരു ബാറ്റർ ആക്കി എടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്ന ആ ഒരു കൺസിസ്റ്റൻസി മതിയാവും. ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്ക, ഞാൻ പൊടിച്ചിട്ടുള്ളതല്ല, അല്ലാതെ തന്നെയാണ് ഇടുന്നത്, ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും കേട്ടോ. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഉരുട്ടി വെച്ച ഈന്തപ്പഴം നല്ല ചെറിയ റോളായി ഉരുട്ടി വെച്ചതാണ്, ഇതൊന്ന് ഇതിൽ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഞാൻ അധികം ചൂടാകുന്നതിന് മുമ്പ് ഇട്ടതാണ്. ചെറുതായിട്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഇതേപോലെ എല്ലാം ഞാൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്നാക്സ് ഇവിടെ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പം ഇതേപോലെ നല്ല സൂപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതുപോലെ കഴിക്കാനും നല്ല സോഫ്റ്റാണ്. ഇത് നമുക്ക് സെർവ് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ഈന്തപ്പഴം റെസിപ്പി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, കഴിക്കാനും അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ്.
എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.